സുൽത്താൻ്റെ ആന മുല്ലാ നസറുദ്ദീൻ്റെ ഗ്രാമത്തിലേക്ക് പാഞ്ഞു കയറി കൃഷിയിടങ്ങളിൽ വലിയ നാശം വിതയ്ക്കുകയായിരുന്നു. ഒടുവിൽ ഗ്രാമീണരെല്ലാം കൂടി ഒരു പ്രതിനിധി സംഘമായി ചെന്ന് സുൽത്താനെ കണ്ട് ആനയെ തിരിച്ചു പിടിക്കണമെന്ന് അഭ്യർത്ഥിക്കുവാൻ തീരുമാനിച്ചു. മുല്ലാ നസറുദ്ദീന് രാജാവിന് അറിയാമായിരുന്നതുകൊണ്ട് അദ്ദേഹം തന്നെ ആകട്ടെ ദൗത്യസംഘത്തിൻ്റെ തലവൻ എന്നവർ തീർച്ചപ്പെടുത്തുകയും ചെയ്തു. കൊട്ടാരത്തിലെത്തിയപ്പോഴേക്കും അതിൻ്റെ പ്രൗഢിയും പകിട്ടുമെല്ലാം കണ്ട് ഗ്രാമീണർ അമ്പരന്നു. അവരിൽ നിന്നും ധൈര്യം ചോർന്നുപോയി. ദൗത്യസംഘത്തിൽ നിന്നും അവർ ഓരോരുത്തരായി കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. ഒടുവിൽ രാജസന്നിധിയിലെത്തിയപ്പോഴേക്കും താൻ മാത്രമേയുള്ളൂവെന്ന് ഒരു ഞെട്ടലോടെ മുല്ല തിരിച്ചറിഞ്ഞു. എന്ത് വേണം നസറുദ്ദീൻ? സുൽത്താൻ എടുത്തടിച്ച പോലെ ചോദിച്ചു. അന്നേ ദിവസം സുൽത്താൻ നല്ല മാനസികാവസ്ഥയിലുമായിരുന്നില്ല. വിഭോ, അങ്ങയുടെ ആന ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ട്, മുല്ല വിക്കി വിക്കി പറഞ്ഞു. അതുകൊണ്ട്? സുൽത്താൻ ഗൗരവത്തിൽ ചോദിച്ചു. അതുകൊണ്ട് ആ പരിതസ്ഥിതിയിലാകെ വീര്യം കെട്ടിട്ട് നസറുദ്ദീൻ പറഞ്ഞു, അതായത് ഞാൻ ആന തീർത്തും ഒറ്റയ്ക്കാണെന്ന് പറയാൻ വന്നിരിക്കുകയാണ്. അതിനൊരു കൂട്ടുകാരനെ കൂടി അയച്ചാലും